എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ് ഗൈസ്, ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു ഐഫോൺ. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. ഞാൻ മാനിഫെസ്റ്റേഷൻ ഫേക്ക് ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നവരെ ഞാൻ എങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം എനിക്ക് മാനിഫെസ്റ്റേഷനോട് എനിക്കുണ്ടായിരുന്ന ആ ഒരു ടോട്ടൽ മൈൻഡ് സെറ്റ് മാറി എന്ന് തന്നെ പറയാം. അപ്പം അതാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെ തോട്ട്സും അതുപോലെ തന്നെ ഫീലിങ്സും ആക്ഷനും ഒക്കെ കൂടി ചേരുന്നതാണ് എന്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളിങ്ങനെ പറഞ്ഞു ഇന്ന ദിവസം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ആളുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ഇയറിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് നടന്നിട്ടുണ്ട്, അപ്പം മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഹോസ്റ്റലിൽ എല്ലാവർക്കും ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പം ഞാനും ഓക്കെ എന്നാ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള രീതിക്കാണ് ഫസ്റ്റ് ടൈം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടൈമിലും കൂട്ടത്തിൽ പലർക്കും തീരെ ട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാതിരുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ എനിക്ക് വലിയൊരു ട്രസ്റ്റ് ഉണ്ടായിട്ടല്ല, എന്നാൽ പോലും എന്തായാലും ഒരു രസമല്ലേ, നടക്കുമെന്ന് അറിയാലോ എന്നുള്ളൊരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഈ ഒരു കാര്യം നടക്കുന്ന ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫോണൊന്നും ഉണ്ടായില്ല വീഡിയോസ് എടുക്കാനൊന്നും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിലൊക്കെ ആയിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. പക്ഷേ എല്ലാ ടൈമിലും നമുക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഫോൺ കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ഫോൺ കിട്ടിയിരുന്നത് നല്ലതായിരുന്നു, എനിക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇടാം. അപ്പം അങ്ങനെ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ ആലോചിച്ച് എന്ത് കാര്യം ഇപ്പം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു പേടി, അഥവാ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ സങ്കടമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പോട്ടെ ഇത് എഴുതാം, അതായത് എനിക്കൊരു ഫോണ് വേണം എന്നുള്ള രീതിക്ക് മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ള ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ത്, എനിക്കൊരു ഈ ഫോണ് വേണം എന്നുള്ളത്. അത് വേണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഈ ഫോണ് കിട്ടി, ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തു എന്നുള്ള രീതിക്കാണ്. അതായത് ഒരു പ്രസന്റ് ടെൻസിലാണ് ഞാൻ കാര്യങ്ങൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ടൈമിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു ഫുള്ളായിട്ട് എൻ്റെ മൈൻഡിൽ കൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതൊക്കെ എപ്പോൾ കിട്ടാൻ, ഇതൊന്നും നടക്കൂല, ഇതൊന്നും കിട്ടൂല, അങ്ങനത്തെ ഫുൾ നെഗറ്റീവ് തോട്ട്സുകൾ മാത്രമായിരുന്നു ഞാൻ എന്താ പറയുക എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അതുകൂടാണ്ട് ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷനും എൻ്റെതായ രീതിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു ആക്ഷനും എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനെ എന്താ പറയുക നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല, കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ എന്താക്കി, എനിക്കിത് ഓൾറെഡി കിട്ടിയ രീതിക്ക് ഞാൻ ഫീൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ഫോണ് കിട്ടി, ഞാൻ ഫോണ് കിട്ടി വീഡിയോസ് എടുക്കൽ തുടങ്ങി, ചാനലിൽ അപ്ലോഡ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഓൾറെഡി കിട്ടിയ രീതിക്ക് ഞാൻ എന്താക്കി ഫീൽ ചെയ്യൽ തുടങ്ങി. നെഗറ്റീവ് തോട്ട്സുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓവറായിട്ട് ഇങ്ങനെ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ ചിന്തിക്കാതെ ഞാൻ അതിനിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ എൻ്റെതായിട്ടുള്ള രീതിക്ക് ഞാൻ ചെറിയ ചെറിയ എഫേർട്ട് ഇതിന് വേണ്ടി ഇടല് തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, പെട്ടെന്നൊന്നുമല്ല, ഐ തിങ്ക് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് മെല്ലെ എന്താ പറയുക ഞാൻ കോൺഫിഡൻ്റ് ആയി തുടങ്ങി. എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു, ഇത് റെഡി ആവും, കിട്ടും, അങ്ങനത്തെ ഒരു ഇതിലെത്തി ഞാൻ. പിന്നീട് എനിക്ക് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രതീക്ഷയായി തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്ന സമയത്ത് ഞാനും എൻ്റെതായ രീതിക്ക് എഫേർട്ട് ഇട്ടു. ഫൈനലി എൻ്റെ മാനിഫെസ്റ്റേഷൻ നടന്നു. ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടന്നത് ഒരു ഡിസയർ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പകരം എൻ്റെ മൈൻഡ് സെറ്റ് മാറി ഞാൻ അതിൽ ഒരു എഫേർട്ട് ഇടൽ തുടങ്ങി. അതുകൊണ്ടാണ് എൻ്റെ എന്താ പറയുക മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തതെന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഫൈനലി എൻ്റെ ഫോൺ കിട്ടി. ഈ ഒരു ഫോൺ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 year എബോ ആയി. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിലാണ്. ഒരിക്കലും എനിക്ക് കിട്ടില്ല, എനിക്കിപ്പോഴൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യമാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഫേക്ക് അല്ല. കാരണം പണ്ട് ഫേക്ക് ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാനാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഒരിക്കലും ഫേക്ക് അല്ല.
മേ ബി നിങ്ങളിപ്പോൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടും ഇടാതിരുന്നാൽ അത് നടക്കില്ല. പക്ഷേ നിങ്ങൾ എഫേർട്ട് ഇട്ടു, നിങ്ങളത് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് നടക്കണം എന്നില്ല. പേഷ്യൻസ് ആയിട്ട് നമ്മൾ കാത്തിരുന്നാൽ ഉറപ്പായിട്ടും കിട്ടും. ഇത് സ്ലോ ആയിട്ട് മാത്രമേ നടക്കൂ. വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു ടഫ് സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ടൈം വരും, സ്ലോ ആയിട്ട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.